ഇന്ത്യയിൽ നിന്ന് 1 ലക്ഷത്തിലേറെ ഹജ്ജ് തീർത്ഥാടകർ സൗദിയിലെത്തി. മക്കയിലെ അസീസിയിലാണ് കൂടുതൽ തീർത്ഥാടകരും താമസിക്കുന്നത്. മക്കയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യയിൽ നിന്നും ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് നിർവഹിക്കുന്ന 1,40,000-ത്തിലധികം തീർത്ഥാടകരിൽ ഏതാണ്ട് 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇതിനകം സൗദിയിലെത്തി. ഇതിൽ 80,000-ത്തിലധികം തീർത്ഥാടകരും ഇപ്പോഴുള്ളത് അസീസിയയിലാണ്. അസീസിയയിൽ വളരെ വിപുലമായ സൗകര്യങ്ങളാണ് ഇന്ത്യൻ തീർത്ഥാടകർക്ക് താമസിക്കാനായി ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയിരിക്കുന്നത്. ഈ കാണുന്ന കെട്ടിടങ്ങളിലുമെല്ലാമാണ് ഇന്ത്യൻ ഹാജിമാർ പ്രത്യേകിച്ച് താമസിക്കുന്നത്. ശരിക്കും ഇവിടെ ഇപ്പോൾ ഒരു ഇന്ത്യൻ ഗ്രാമം അല്ലെങ്കിൽ ഇന്ത്യൻ നഗരപ്രദേശത്തിലെ ഒരു കാഴ്ചയാണ് വൈകുന്നേരങ്ങളിലൊക്കെ കാണുന്നത്. തീർത്ഥാടകരെല്ലാം പുറത്തിറങ്ങി അവർക്ക് പർച്ചേസിങ്ങിനും മറ്റുമായി സമയം ചെലവഴിക്കുകയാണ് പലപ്പോഴും വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നത്. ഇപ്പോഴിതാ ഏതാനും ചില മലയാളി തീർത്ഥാടകരും ഇവിടെ അസീസിയയിൽ നമുക്ക് കാണാം. എന്ത് തോന്നുന്നു ഇവിടെ അസീസിയയിൽ എങ്ങനെയുണ്ട്? നല്ല അന്തരീക്ഷമാണ്. പള്ളിയുടെ അടുത്ത് ബിൽഡിംഗ് കിട്ടിയതിൽ ഞങ്ങൾ ഏറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് സമയത്തിന് പള്ളിയിൽ വരാൻ പറ്റുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ല സൗകര്യമാണ്. ഇവിടുത്തെ ഒരു ഇന്ത്യൻ പ്രതീതി സാധനങ്ങളൊക്കെ വാങ്ങാനും എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ. എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ എല്ലാ സൗകര്യവും. കൂടുതലും മലയാളികളാണ് ഇവിടെ. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ശരിക്കും ഒരു കേരളത്തിലെ പലരും ഇന്ത്യയെ പോലെ തോന്നിക്കുന്നുണ്ട്. അപ്പം തന്നെ നിങ്ങൾ ഹറമിലേക്കൊക്കെ പോയി വരാൻ, ഹറം പള്ളിയിലേക്ക് പോയി വരാൻ എന്താ ചെയ്യുന്നത്? നല്ല സൗകര്യമല്ലേ. ബസ്സിന് നമ്പറുണ്ട്. നമുക്ക് പറയുന്ന ബസ്സിന് നമ്പറുണ്ട്. ആ നമ്പറിൽ ബസ്സിൽ കയറാം, അടുത്ത ബസ്സിൽ കയറാം, തിരിച്ചതുപോലെ വരാം. എൻ്റെ വൈഫുണ്ട് കൂടെ. അവർ ഒറ്റയ്ക്ക് വിട്ടേക്കാണ് പെണ്ണുങ്ങളുടെ കൂടെ. ഞാൻ പോയിട്ടില്ല. അവർ ഒറ്റയ്ക്ക് പോയി ഉംറ ചെയ്ത് വരാണ്. എല്ലാ സൗകര്യം എല്ലാം കൊണ്ടും നല്ല സൗകര്യമാണ്. ഏതായാലും കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഹജ്ജ് വിമാന സർവീസുകളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറയുന്നു? അസ്സലാമു അലൈക്കും. ഇവിടെ നല്ല രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും പള്ളിയാണികളുണ്ട്. മലയാളികളുടെ കടകൾ, സൂപ്പർ മാർക്കറ്റ്, മലയാളികളാണ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ നാട് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് റൂമാണെങ്കിലും നല്ല സെറ്റപ്സ് ഉള്ള റൂം, നല്ല രീതിയിൽ ആളുകൾക്കാണെങ്കിലും നല്ല ക്ലീനിങ്ങും റൂമും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ പോണത്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കിട്ടുകയും ചെയ്യും. അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സുഖമായിട്ട് എല്ലാവരും ഇവിടെ പോണ്. എല്ലാവരും ഉമ്മറ ഹജ്ജ് ഒക്കെ പോയി ഓരോ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി ഇങ്ങനെ വന്ന് ഇപ്പോൾ റെസ്റ്റിൽ നിൽക്കുകയാണ് എല്ലാവരും. ഇനി നാളെ മറ്റന്നാളായിട്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഏതായാലും 500ഓളം കെട്ടിടങ്ങളാണ് ഇന്ത്യൻ ഹാജിമാർക്കായി ഇവിടെ അസീസിയയിൽ ഇന്ത്യൻ ഹജ്ജ് മിഷൻ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്, തയ്യാറാക്കിയിരിക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ തുടങ്ങുന്നത് വരെ അവർ ഇവിടെ താമസിക്കും. അതിന് ഹജ്ജ് കർമ്മങ്ങൾക്കായി മീനായിലേക്ക് പോയി 5-6 ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തി ശേഷം മദീനയിലേക്ക് പോയി 8 ദിവസത്തെ മദീന സന്ദർശനത്തിന് ശേഷമായിരിക്കും ഈ തീർത്ഥാടകരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്ര. മക്കയിലെ അസീസിയയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.